ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രിസ്ത്യാനികളോട് ചെയ്തത്. ചൈനയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിലുള്ള പഴയ വീഡിയോയുടെ ലിങ്കിലൂടെ അത് കാണാവുന്നതാണ്. ഒരു വിശ്വാസത്തിന്റെ കഥയാണിത്. ഭൂമിയിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപത്യ ഭരണകൂടം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും അതിശക്തമായി വളർന്ന ഒരു സമൂഹത്തിന്റെ കഥ. ചൈനയിലെ ക്രൈസ്തവരുടെ കഥ. അത് വെറും കണക്കുകളുടെ കഥയല്ല, മറിച്ച് ജീവൻ കൊടുത്ത വിശ്വാസത്തിൻ്റെ, ചൊരിയപ്പെട്ട രക്തത്തിൻ്റെ, സഹിച്ച വേദനയുടെ, തകർക്കപ്പെട്ട കുടുംബങ്ങളുടെ, ഇരുളടഞ്ഞ തടവറയുടെ, ഒപ്പം ഒരിക്കലും കെടാത്ത പ്രത്യാശയുടെ കൂടെ കഥയാണിത്. ഭാഗം 1, ഭയത്തിൻ്റെ ദിനങ്ങൾ. 1949 അന്ന് ചൈനയിൽ 5,40,00,000 ജനങ്ങളുണ്ട്. അതിൽ 40 ലക്ഷവും ക്രൈസ്തവരായിരുന്നു. എങ്കിലും വിദേശ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെ തുടക്കം കുറിക്കപ്പെട്ട ചൈനീസ് സഭ ഈ കാലഘട്ടമായപ്പോഴേക്കും പ്രാദേശികമായി തന്നെ ഒരു വലിയ ശക്തിയായി മാറിയിരുന്നു. ക്രൈസ്തവ മിഷണറിമാർ സുവിശേഷം പ്രചരിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, പാശ്ചാത്യ വിദ്യാഭ്യാസ രീതികൾ ചൈനയിൽ അവതരിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിലും വൈദ്യശാസ്ത്രത്തിലും വലിയ വിപ്ലവം അവർ സൃഷ്ടിച്ചു. രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് പുത്തൻ ഉണർവും സാംസ്കാരികമായി വലിയ മാറ്റവും സൃഷ്ടിക്കുന്നതിൽ മിഷണറിമാരുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അവർ ആദ്യം തന്നെ ലക്ഷ്യമിട്ടത് ക്രിസ്ത്യാനികളെയാണ്. കാരണം മതം ഒരു അന്ധവിശ്വാസവും വിദേശ ശക്തികളുടെ സാംസ്കാരിക സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശ തന്ത്രവുമാണെന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരൊറ്റ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ, അത് പാർട്ടിയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനോട് ആത്യന്തിക വിശ്വസ്തത പുലർത്തുന്ന ക്രൈസ്തവ സമൂഹം അവരൊരു ഭീഷണിയായി കണക്കാക്കി. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ മിഷണറിമാരെ മുഴുവൻ തിരഞ്ഞുപിടിച്ച് ചൈനയിൽ നിന്ന് പുറത്താക്കി. ആരാധനാലയങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടി. കാരണം സഭയെ അവർ ശരിക്കും ഭയപ്പെട്ടിരുന്നു. എല്ലാ മതങ്ങളെയും ഉന്മൂലനം ചെയ്യാനായി ലക്ഷ്യമിട്ടുള്ള ഔദ്യോഗിക ഭരണകൂട നിരീശ്വരവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയിലെ ക്രൈസ്തവ സഭകളെ വിദേശ ഇടപെടലുകളായി കണക്കാക്കുകയും അതിനെതിരെ നിരന്തരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പീഡനം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1966 മുതൽ 76 വരെയുള്ള സാംസ്കാരിക വിപ്ലവം കമ്മ്യൂണിസ്റ്റ് ക്രൂരതയുടെ ഏറ്റവും ഭയാനകമായ ഘട്ടമായിരുന്നു. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ എല്ലാം പുതുതാക്കുവാൻ നടത്തിയ തുടച്ചു നീക്കലായിരുന്നു നടന്നത്. അതിനായി സുന്ദരമായ ഒരു മുദ്രാവാക്യം അദ്ദേഹം അവതരിപ്പിച്ചു. ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും സുന്ദരമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, സിന്ദാബാദ് എന്നൊക്കെ നമ്മൾ തെരുവുകളിൽ കേൾക്കാറുണ്ടല്ലോ. മാവോ സേതുങ് അവതരിപ്പിച്ച മുദ്രാവാക്യം ഇതാണ്: 4 പഴമകളെയും, അതായത് പഴയ ആശയങ്ങൾ, പഴയ ആചാരങ്ങൾ, പഴയ ശീലങ്ങൾ, പഴയ സംസ്കാരം, ഇതിനെ എല്ലാം നശിപ്പിച്ച് പുതിയത് സൃഷ്ടിക്കുക. ഇതായിരുന്നു സേതുങ്ങിന്റെ ആപ്തവാക്യം. ഈ കാലഘട്ടത്തിൽ ഈ സാംസ്കാരിക വിപ്ലവത്തിന്റെ ഭാഗമായി എല്ലാ ക്രൈസ്തവ സഭകളും അടച്ചുപൂട്ടുകയും എല്ലാ ക്രൈസ്തവ വൈദികരെയും പുനർവിദ്യാഭ്യാസത്തിന് വിധേയമാക്കുകയും ചെയ്തു. ഔദ്യോഗിക സഭകൾ പോലും, അതായത് ഗവൺമെന്റ് അംഗീകൃതമായ കുറേ സഭകളുണ്ട്, ആ സഭകൾ പോലും ഈ കാലഘട്ടത്തിൽ അടച്ചുപൂട്ടി. ക്രിസ്ത്യാനികൾ ഭീകരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എല്ലാ പള്ളികളും അടച്ചു. എന്നിട്ടും മനുഷ്യന്റെ ഭൗതികമായ ശക്തിക്ക് ഒരു ആത്മീയ മുന്നേറ്റത്തെ തുടച്ചു മാറ്റുവാൻ കഴിയുകയില്ലെന്ന് പിൽക്കാല ചൈനയുടെ ചരിത്രം തെളിയിച്ചു. ഭാഗം 2, ഇരുളിൽ വളർന്ന പ്രത്യാശ. സഭകൾ അടച്ചു പൂട്ടിയപ്പോൾ വിശ്വാസം വീടുകളിലേക്ക് ഒളിച്ചു. അവിടെ നിന്ന് അത് ഗുഹകളിലും വയലുകളിലും രഹസ്യ കൂട്ടായ്മകളായി വളർന്നു. പീഡനങ്ങൾ ക്രൈസ്തവരെ ഭയപ്പെടുത്തുന്നതിന് പകരം വിശ്വാസത്തെ ഒന്ന് ശുദ്ധീകരിക്കുക മാത്രമാണ് ചെയ്തത്. ഭൗതിക സുരക്ഷിതത്വത്തിൽ പേരിനു മാത്രം ക്രിസ്ത്യാനികളായി ജീവിച്ചവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പക്ഷെ യഥാർത്ഥ വിശ്വാസികൾ പീഡനം അനുഭവിച്ചപ്പോൾ അവർ കൂടുതൽ ശക്തരായി മാറി, കരുത്തുള്ളവരായി മാറി. ആ കാലഘട്ടത്തിൽ മാത്രം കത്തോലിക്കരുടെ എണ്ണം 3
ദശലക്ഷമായിരുന്നത് അതുപോലെ തന്നെ നിലനിന്നു. എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാരുടേത് 1 ദശലക്ഷത്തിൽ നിന്ന് 3 ദശലക്ഷമായി വളർച്ച പ്രാപിച്ചു. 1970-കളുടെ അവസാനമായപ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മതനിയന്ത്രണങ്ങൾക്ക് അല്പം അയവ് വരുത്തി. ചൈനയിലെ ക്രൈസ്തവർ ഒരു പുതിയ ആവേശത്തോടെ പുതിയ തുടക്കം കുറിച്ചു. 1949-ൽ വെറും 4 ദശലക്ഷം ക്രിസ്ത്യാനികൾ മാത്രമുണ്ടായിരുന്ന ചൈനയിൽ ഇന്ന് ഏകദേശം 100 ദശലക്ഷത്തിലധികം, അതായത് 10 കോടിയിലധികം ക്രൈസ്തവരുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഔദ്യോഗിക കണക്കുകളിൽ തന്നെ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 4.4 കോടി ക്രൈസ്തവരുണ്ടെന്നാണ്. അത് അംഗീകാരമുള്ള സഭകളിലെ മാത്രം അംഗങ്ങളുടെ കണക്കാണ്. ചില മിഷൻ ഓർഗനൈസേഷനുകളുടെ കണക്കനുസരിച്ച് ഇതിന്റെ ഒരു 4 ഇരട്ടി അംഗങ്ങളെങ്കിലും ഒളിവ് സഭകളിലും ഹൗസ് ചർച്ചുകളിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലോകത്ത് മറ്റെവിടെയും ഇത്ര വേഗത്തിൽ ഒരു വിശ്വാസവും വളർന്നിട്ടില്ല. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ മതപ്രചരണത്തിനൊന്നും ഒരു തടസ്സവുമില്ല. ഇത്രയും കാലം എല്ലാം നല്ല സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നിട്ടും 2.6% മാത്രമാണ് ഇവിടുത്തെ ക്രൈസ്തവരുടെ എണ്ണം. എന്തുകൊണ്ടാണ് ചൈനയിലെ ആളുകൾ ഇങ്ങനെ ക്രിസ്തു വിശ്വാസത്തിന്റെ പുറകെ പോകുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. കമ്മ്യൂണിസത്തിനും ഭൗതികവാദത്തിനും ഒന്നും നൽകാൻ കഴിയാത്ത ഒരു ആത്മീയ സമാധാനം ജീവിതത്തിന് ആവശ്യമാണ്. ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു ആധുനിക ചൈനീസ് പൗരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവിന്റെ നിശബ്ദമായ വിശപ്പ് അടക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല, ആ ആശയങ്ങൾക്ക് സാധിക്കുന്നില്ല. ക്രൈസ്തവ വിശ്വാസത്തിലും സുവിശേഷത്തിലും അവർ ഉത്തരം കണ്ടെത്തുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കാരണം. ഭാഗം 3: ഔദ്യോഗികവും അനൗദ്യോഗികവുമായ കാര്യങ്ങൾ. ഇന്ന് ചൈനയിലെ ക്രിസ്ത്യാനികൾ പ്രധാനമായും 2 വിഭാഗങ്ങളിലാണുള്ളത്. ഒന്ന്, സർക്കാരിന്റെ അംഗീകാരമുള്ള ഔദ്യോഗികമായ സഭകൾ, TSPM എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം നൽകിയിരിക്കുന്ന 3 സെൽഫ് പാട്രിയോട്ടിക് മൂവ്മെന്റ്, ഇതിനകത്ത് ഉൾപ്പെട്ട സഭകളാണിത്. ഇതിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് കത്തോലിക്ക സഭകളും 2 പ്രൊട്ടസ്റ്റന്റ് സഭകളും. ഇവർക്ക് പള്ളികളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. സുരക്ഷിതമായി ആരാധിക്കാം. പക്ഷെ ഭരണകൂടത്തിന്റെ നിയമങ്ങളെല്ലാം അവരനുസരിക്കണം. ഭരണകൂടത്തിന്റെ നിരന്തരമായ നിരീക്ഷണം അവരുടെ മേലുണ്ടായിരിക്കും. പ്രസംഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള കൂറ് പരസ്യമായി പ്രഖ്യാപിക്കണം. ചില പ്രത്യേക അവസരങ്ങളിൽ ആരാധനയ്ക്ക് മുമ്പ് പാർട്ടിയെ സ്തുതിക്കുന്ന പാട്ടുകൾ വരെ പാടേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ വിഭാഗം അംഗീകാരമില്ലാത്ത ഹൗസ് ചർച്ചുകളാണ്. പാർട്ടിയുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള സഭകളാണിവ. വീടുകളിലും ഒളിവ് സങ്കേതങ്ങളിലും ഇവർ ആരാധനകളും കൂട്ടായ്മകളും നടത്തുന്നു. ഔദ്യോഗിക സഭകളെക്കാൾ അഭൂതപൂർവമായ വളർച്ചയാണ് ഈ സഭകൾക്കുണ്ടാകുന്നത്. പിടിക്കപ്പെട്ടാൽ ഈ രഹസ്യ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവർക്ക് കടുത്ത പീഡനം നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് ജനങ്ങൾ ഈ രഹസ്യ സഭകളിൽ, ഒളിവ് സഭകളിൽ കൂട്ടം കൂട്ടമായി എത്തിച്ചേരുന്നു എന്നാണ് ചൈനയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഷീ ജിൻപിങ്ങിന്റെ കാലഘട്ടത്തിൽ സിനിസൈസേഷൻ എന്ന, അല്ലെങ്കിൽ ചൈനീസ് വൽക്കരണം എന്ന ഒരു നയം പാർട്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. നിയന്ത്രണങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണിത്. എല്ലാ മതപരമായ തത്വങ്ങളെയും ആചാരങ്ങളെയും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോടും പരമ്പരാഗതമായ ചൈനീസ് സംസ്കാരത്തോടും യോജിപ്പിക്കുവാൻ ഈ നയം ലക്ഷ്യമിടുന്നു. പുരോഹിതർ പാർട്ടിയോടും സോഷ്യലിസത്തോടും വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കണം. ഈ നയത്തിന്റെ ഭാഗമായി പള്ളികളിലെ പ്രസംഗങ്ങളിൽ ഭരണകൂടത്തോടുള്ള കൂറ് ഊന്നിപ്പറയുകയും ആരാധനയ്ക്ക് മുമ്പ് പാർട്ടിയെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടുകയും ചെയ്യുവാൻ നിർബന്ധിക്കുന്നതൊക്കെ ഈ സിനിസൈസേഷന്റെ ഭാഗമായിട്ടാണ്. ഈ നയം സാംസ്കാരിക വിപ്ലവത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകളിൽ നിന്ന് കൂടുതൽ സങ്കീർണവും സൂക്ഷ്മവുമായ ഒരു നിയന്ത്രണത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സിനിസൈസേഷൻ സാംസ്കാരിക വിപ്ലവത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകളിൽ നിന്ന് കൂടുതൽ സങ്കീർണവും സൂക്ഷ്മവുമായ ഒരു നിയന്ത്രണത്തിലേക്ക് മാറിയതിനെ സൂചിപ്പിക്കുന്നു. നേരിട്ടുള്ള ഉന്മൂലന ശ്രമങ്ങൾ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഭരണകൂടം മനസ്സിലാക്കി. കാരണം അത് ഭൂമിക്കടിയിലുള്ള പ്രസ്ഥാനങ്ങൾ അഭൂതപൂർവമായ നിലയിൽ വളരുന്നതിന് കാരണമാക്കി. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി ഈ സിനിസൈസേഷൻ ഒരു ഉപകരണമാക്കി മാറ്റുവാനായിട്ട് ഗവൺമെന്റ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. നിയമപരമായ ചട്ടക്കൂടുകൾ, പ്രത്യയശാസ്ത്രപരമായ സ്വാധീനം, സാംസ്കാരികമായ ആത്മീയ അധിനിവേശം എന്നിവയെല്ലാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. മതപരമായ ആചാരങ്ങളെ നിയന്ത്രിക്കുക മാത്രമല്ല,
മതപരമായ ചിന്തയെ തന്നെ അടിസ്ഥാന സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളുമായി യോജിപ്പിച്ച് മാറ്റിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇപ്പോൾ ക്രൈസ്തവ പീഡനത്തിൻ്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. ഭരണകൂടം പള്ളികൾ തകർക്കുന്നതിനും കുരിശുകൾ നീക്കം ചെയ്യുന്നതിനും ഒക്കെ പുറമെ ആധുനിക സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ആരാധനകൾക്ക് പോകുന്നതിനെ, സുവിശേഷം അറിയിക്കുന്നതിനൊക്കെ തടയാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറകൾ ഉപയോഗിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്നവരെ തിരിച്ചറിയുന്നു. ബയോമെട്രിക് വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നു. ഒരു സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം ഉപയോഗിച്ച് നിയമവിരുദ്ധമായ സഭകളിൽ പോകുന്നവർക്ക് ഭീമമായ തുക പിഴ ചുമത്തുന്നു. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ സഭയെ തകർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ പ്രത്യാശ നിർഭരമായ ചില കാര്യങ്ങളുണ്ട്. അതാണ് 4ാമത്തെ ഭാഗം, ബാക്ക് ടു ജെറുസലേം. ഇന്ന് ചൈനയിലെ കോടിക്കണക്കിന് വരുന്ന ക്രൈസ്തവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു സ്വപ്നമുണ്ട്. അവരത് വ്യക്തമാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ബാക്ക് ടു ജെറുസലേം എന്നുള്ളത്. ആധുനിക ചൈനീസ് ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പ്രധാന മിഷണറി മുന്നേറ്റമാണിത്. പീഡനങ്ങൾക്കിടയിലും അതിവേഗം വളരുന്ന ചൈനീസ് സഭ ഇപ്പോൾ ലോകമെമ്പാടും സുവിശേഷം അറിയിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം ചൈനീസ് വംശജരായ മിഷണറിമാരെ ചരിത്ര പ്രസിദ്ധമായ സിൽക്ക് റോഡ് വഴി സുവിശേഷം പ്രസംഗിക്കുന്നതിനായി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയക്കുക. ഒടുവിൽ എല്ലാ ജാതിയിലും വംശത്തിലും പെട്ട ജനലക്ഷങ്ങളെ ജെറുസലേമിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നതാണ്. ലോകത്തെമ്പാടും സുവിശേഷം എത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ 2ാം വരവിനെ ത്വരിതപ്പെടുത്തുവാൻ സാധിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. അങ്ങനെ ക്രിസ്തു യെരുശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ചൈനീസ് മിഷണറിമാർ കണ്ടെത്തിയ ലക്ഷക്കണക്കിന് ആത്മാക്കളെ ക്രിസ്തുവിൻ്റെ മുൻപിൽ കാഴ്ചവെക്കണം. ഇതാണ് ഈ ബാക്ക് ടു ജെറുസലേം എന്നുള്ള പ്രോജക്റ്റിന്റെ ലക്ഷ്യം. അതായത് ആഭ്യന്തര സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു അന്താരാഷ്ട്ര മിഷണറി പ്രവർത്തനത്തിലേക്ക് ചൈനീസ് ക്രൈസ്തവ സഭ വലിയ നീക്കം നടത്തിയിരിക്കുന്നു. പീഡനങ്ങൾ കാരണം അമേരിക്കയിലാണ് ഇതിന്റെ ആസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് വിദേശികൾ കൊണ്ടുവന്ന വിശ്വാസത്തെ ഇന്ന് ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാനുള്ള ഒരു ആഭ്യന്തര പ്രസ്ഥാനമായി ഇത് മാറിയിരിക്കുന്നു. ഇതൊരു മഹത്തായ മാതൃക ലോകത്തിന് മുൻപിൽ കാണിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ചൈനയിലെ ക്രൈസ്തവരുടെ അതിജീവനത്തിന്റെ കഥയാണ് ഞാൻ ചുരുക്കമായി പറഞ്ഞത്. മനുഷ്യന്റെ ശക്തിയെക്കുറിച്ചല്ല, മറിച്ച് വിശ്വാസത്തിന്റെ അദൃശ്യമായ ശക്തിയെക്കുറിച്ചാണിത്. വേദനയെ അതിജീവിക്കുന്ന ആത്മാവിന്റെ തേരോട്ടത്തിന്റെ കഥയാണിത്. അത് ഇരുട്ടിൽ വളരുന്ന വെളിച്ചത്തിന്റെ കഥയാണ്. ഈ ലോകത്ത് ഒരു ഭരണകൂടത്തിനും ഒരു മനുഷ്യന്റെയും ഹൃദയത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുകയില്ല എന്ന് ചൈനയിലെ ക്രൈസ്തവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ഈ പോരാട്ടവും വളർച്ചയും എന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസം കൂടുതൽ ആഴത്തിൽ വേരുറപ്പിക്കുന്നു എന്ന ആത്യന്തികമായ സന്ദേശം ഇത് നൽകുന്നു. പ്രത്യയശാസ്ത്രത്തിന്റെയും ഭൗതികതയുടെയും വൻമതിൽ പണിത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും ചൈനയിലെ ക്രൈസ്തവ വിശ്വാസം ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നു. ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത ഈ കുത്തൊഴുക്കിൽ, ഈ വലിയ പ്രവാഹത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങൾ തകർന്നു വീഴുന്ന നാളുകൾ വിദൂരമല്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു 2050 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും അധികം ക്രിസ്ത്യാനികളുള്ള രാജ്യമായി ചൈന മാറും. കൃത്യമാണ്, ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക. ഹല്ലേലൂയ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ മെച്ചമായ വീഡിയോകൾ ചെയ്യുവാൻ ആവേശം നൽകും. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹല്ലേലൂയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹല്ലേലൂയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹല്ലേലൂയയ്ക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും.
അങ്ങനെ ഇത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ പതിനായിരങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.